പറയുന്നു. സിലിക്കിന് കേടൊന്നും വരില്ല. എന്നാലും നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ വെക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിനെന്തെങ്കിലും കേടുപാടുകൾ വരാം. നമ്മളുടെ ശരീരമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. എന്ത് ബുദ്ധിമുട്ടാണ് അതിൽ വരിക എന്നുള്ളത് എനിക്കറിയില്ല. 15 കൊല്ലം കഴിഞ്ഞ് അത് എക്സ്പയർ ആവുമെന്നാണ് പറയണത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. എല്ലാവരുടെ അടുത്തും അത് തന്നെയാണ് പറയാറ്. ഹായ്, നിങ്ങളുടെ പേര് ഞാൻ മറന്നു. നിങ്ങളുടെ പേര് ഇതിലുണ്ട്. എന്തോ ഒരു പേര്, ഏഞ്ചൽ, അഞ്ജലിയ. ഹായ് ഹായ് ഹായ്, ഏഞ്ചൽ, അഞ്ജലിയ, അഞ്ജലി ഹായ്. അഞ്ജലി 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 എങ്കൾ കണ്ണനി കണ്ണനി കണ്ണനി. നല്ല ഉറക്കമുണ്ട്. രാവിലെ നേരത്തെ എണീച്ചു 4:30. 4:30 ചോറും കറിയൊക്കെ വെച്ച് ജോലി ചെയ്ത് പിന്നെ കുറച്ച് നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടഞ്ഞു. ഹാഫ് സാരി കുറേ ഉണ്ടോടി? എനിക്ക് ഹാഫ് സാരി ഇല്ല, പക്ഷെ ഞാൻ സാരി വെച്ചിട്ട് തന്നെ ഹാഫ് സാരി ആക്കിയിട്ട് ഉടുക്കുകയാണ് ചെയ്യാറ്. ഹാഫ് സാരി ആണെങ്കിലും പാവാടയും ബ്ലൗസ് ആണെങ്കിലും ഞാൻ അത് പ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ സാരി കൊണ്ട് തന്നെ പല രീതിയിൽ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്ത് ഉടുക്കും. അപ്പം ഞാൻ ധാവണി ഒന്നും വാങ്ങിക്കാറില്ല. ഞാനെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. എൻ്റെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ധാവണിയൊക്കെ. അതൊക്കെ ഞാൻ സാരി തന്നെയാണ്. ഐ ലവ് ധാവണി. യെസ്, എനിക്കും ധാവണിയാണ് ഇഷ്ടം. കാരണം നമ്മൾക്ക് ഫെമിനിറ്റി തോന്നുന്നത് സാരിയാണ്. സാരി ഉടുക്കുമ്പോഴാണ് നമുക്കൊരു ഭംഗി വരിക. പക്ഷെ ഞാൻ നല്ലോണം ഹൈറ്റ് ഉള്ളത് കൊണ്ട് കൂടുതൽ ഹൈറ്റ് തോന്നിക്കും. പിന്നെ പാവാടയും ബ്ലൗസ് ഇടുകയാണെങ്കിൽ പട്ട് പാവാട, പ്ലീറ്റുള്ള പാവാടയും ബ്ലൗസ് ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രായം കുറവ് തോന്നിക്കും, ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ 10-30 വയസ്സുണ്ട്, അത് കുറച്ച് പ്രായത്തിന് കവിഞ്ഞ ഡ്രസ്സായി തോന്നും ചില സാഹചര്യത്തിൽ. അപ്പം ധാവണിയാകുമ്പോൾ ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യും, കുറച്ച് തടി തോന്നിക്കുകയും ചെയ്യും. അപ്പം എനിക്ക് ധാവണിയാണ് ഏറ്റവും നല്ലൊരു ഡ്രസ്സ്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഫ്രോക്കും നല്ലതാണ്. മിനി ഫ്രോക്ക്, ഫുൾ ലെങ്ത് ഫ്രോക്ക്, അതും എനിക്ക് ഫെമിനിറ്റി തോന്നിക്കുകയും ചെയ്യും, കുറച്ച് വെയർ ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ധാവണി എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഹീൽസ് ഓർ ഫ്ലാറ്റ്. ചെരുപ്പ് ഞാൻ ഹീലൊന്നും ഇടാറില്ല, അല്ലെങ്കിൽ തന്നെ തോട്ടി പോലെയാണ്. 180 ഉണ്ട് ഹൈറ്റ്. ഇനി എവിടെ കൊണ്ട് ഹീലിടാം? മോഡലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഹീലിടാം. ഇവിടെ മോഡലിംഗ് റാമ്പാക്കൊക്കെ ചെയ്യുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ ഡ്രസ്സിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വീട്ടിലൊക്കെ നിങ്ങൾ എല്ലാം ഇട്ട് ആസ്വദിച്ചോളൂ. നല്ലതാ. റൂമിൽ അങ്ങനെ അടയ്ക്കുക, നമ്മളൊരു മോഡലാണെന്ന് വിചാരിക്കുക, ഹീലിടുക, മേക്കപ്പ് ഒക്കെ ഇടുക, ഡ്രസ്സൊക്കെ ചെയ്യുക, തീർക്കാം, കുഴപ്പമൊന്നുമില്ല. ഐ ലൈക്ക് ഹീൽസ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെച്ചിട്ട് ജീവിക്കരുത്. ഡ്രസ്സിങ് ഒന്നും ഒരു തെറ്റല്ല. റൂമിൽ അങ്ങനെ അടച്ചിരുന്ന് ചെയ്യും, കുഴപ്പമേ ഇല്ല. ഞാനും ഡ്രസ്സിങ്ങിൻ്റെ വീഡിയോസൊക്കെ പറ്റുമ്പോൾ ചെയ്യാം, ഡ്രൈപ്പിങ്ങിൻ്റെ വീഡിയോസൊക്കെ. റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വേറെയാണ് താമസം. എൻ്റെ വീട്ടിലാണ് വൈഫൈ കണക്ഷൻസ് ഒക്കെ. ഇവിടെ പിന്നെ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് കട്ടാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. മാറ്റിയാൽ ഞാനിവിടെ പെർമനൻ്റായിട്ട് നിൽക്കുമല്ലോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മാറ്റാനായിട്ട് നിൽക്കുന്നില്ല. വൈഫൈ ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നല്ല വയറ് ഉണ്ട്. വയറുവേദന ഉണ്ടോ? പിന്നെ എന്തിനാ ലൈനിൽ നിൽക്കുന്നത്? ജീരക വെള്ളം തിളപ്പിച്ച് കുടിക്കുക, കിടക്കുക, ശരിയാവും. ആരോ ഒരാൾ ലൈക്ക് എടുത്തിട്ടുണ്ട്. ആരാ അടിച്ചത് ലൈക്ക്? ഇതിൽ ബ്യൂട്ടി ആക്കാൻ പറ്റുമല്ലേ?
എങ്ങനെ ബ്യൂട്ടി എടുക്കാം?